അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ പുഷ് ഓഫ് ചെയ്തില്ല ഫ്ലോട്ടിംഗ് ആണ് കേട്ടോ. നമ്മൾ ഇത്ര ദിവസം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തായിരുന്നു. എന്താണ് വോളിൽ പിടിച്ചിട്ടുള്ള ഫ്ലോട്ടിങ്, അതേപോലെ തന്നെ ചെറിയ ഡിസ്റ്റൻസിലുള്ള ഫ്ലോട്ടിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പുഷ് ഓഫ് ചെയ്തില്ല ഫ്ലോട്ടിങ് കുറച്ചുകൂടി ഈസി ആകാൻ വേണ്ടിയിട്ടാണ്. ചിലർക്ക് ഡയറക്റ്റ് തന്നെ പുഷ് ഓഫ് ചെയ്തില്ല ഫ്ലോട്ടിങ് ചെയ്യാം. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് വരുന്നതുകൊണ്ടും ഇപ്പോൾ നമ്മളൊരു ബാച്ച് ആയിട്ടല്ല ചെയ്യുന്നത്. ഇതിൽ തന്നെ കുറച്ച് പേടിയുള്ള ആൾക്കാർ വരാം, ഭയങ്കര ധൈര്യമുള്ള ആൾക്കാർ വരാം, എല്ലാ ടൈപ്പ് ആൾക്കാരും ഇതിൽ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ ക്ലിയർ ആയിട്ട് ചെയ്തു അല്ലേ. ഇനി എങ്ങനെയാണ് പുഷ് ഓഫ് ചെയ്തില്ല ഫ്ലോട്ടിങ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം തന്നെ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ വാളിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ ചാരി നിൽക്കുക. ചെറിയൊരു ഡിസ്റ്റൻസ് ഇടണം കേട്ടോ, ഇതേപോലെ ഡിസ്റ്റൻസ് ഇടണം. എന്നിട്ട് കൈ ഇതേ വാട്ടർ സർഫസിൽ വയ്ക്കാം, ഇതേപോലെ കണ്ടോ വെച്ചിരിക്കുന്ന കണ്ടോ. ഒരുപാട് താന്നും പോരുത്, ഒരുപാട് പൊന്തിയും പോരുത്. എന്നിട്ട് ഒരു കാല് നിങ്ങൾക്ക് റൈറ്റ് വെക്കാം, ലെഫ്റ്റ് വെക്കാം. മിക്കവർക്കും റൈറ്റ് ആയിരിക്കും കംഫർട്ടബിൾ. റൈറ്റ് ഇതേ ഇവിടെ ഞാൻ വോളിൽ വെച്ചിരിക്കുന്നതാണ്ടോ, പുഷ് ഓഫ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്ടോ. ഇത് വെച്ച് പുഷ് ചെയ്തിട്ട് വേണം നമുക്ക് ഫ്ലോട്ട് ചെയ്യാൻ. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അതേപോലെ തന്നെ കൈ ഇങ്ങനെ വാട്ടർ ലെവൽ വെക്കുന്നു. എന്നിട്ട് ബ്രീത്ത് എടുക്കണം, ശ്വാസം നന്നായിട്ട് എടുക്കണം. ഹോൾഡ് ചെയ്യുക, ഫേസ് താഴ്ത്തുക. ഫേസ് താഴ്ത്തിയതിന് ശേഷമായിരിക്കണം വാട്ടർ സർഫസിലൂടെ പുഷ് ഓഫ് ചെയ്ത് ഫ്ലോട്ട് ചെയ്ത് പോകും. ഓക്കെ, നോക്കൂ നിങ്ങൾ ശ്രദ്ധിക്കുക. ലോങ് ബ്രീത്ത് എടുക്കുന്നു, ഫേസ് ഡൗൺ ചെയ്യുന്നു, എന്നിട്ട് പുഷ് ഓഫ്. ചെയ്താണ്ടോ? ഇത് നിങ്ങൾ പുഷ് ഓഫിന്റെ ബേസിലാണ് പോകുന്നത് കേട്ടോ. നിങ്ങളിതിൽ കിക്ക് ചെയ്യേണ്ട, ആമാക്ഷൻ ചെയ്യേണ്ട, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പുഷ് ഓഫിന്റെ ബേസിലാണ് പോകുന്നത്. ആ സമയത്ത് നിങ്ങൾ കാലടിക്കാനൊന്നും നിൽക്കരുത്, കൈ എടുക്കാനും നിൽക്കരുത്, വെപ്രാളപ്പെടാനും പോകരുത്. നിങ്ങളങ്ങ് ഫ്രീ ആയിട്ട് കിടന്നു കൊടുത്താൽ മതി. ഈസി ആയിട്ട് അവിടെ പോയിക്കോളും. ചെയ്യാമല്ലോ. ഇനി കാണിക്കണോ? ഒരു പ്രാവശ്യം കൂടെ കാണിക്കണോ? ഒരു പ്രാവശ്യം കൂടെ കാണിക്കാം. ശ്രദ്ധിക്കുക എല്ലാവരും. ഓക്കെ, കൈ വാട്ടർ സർഫസിൽ വെക്കുന്നു. ഒരു കാലതേ പുഷ് ഓഫ് ചെയ്യാൻ വേണ്ടി വെക്കുന്നു. ശ്വാസം എടുക്കുന്നു, തല താഴ്ത്തുന്നു, പുഷ് ഓഫ്. ഓക്കെ, ചെയ്യാം അല്ലേ.